മദ്യത്തെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ച മറ്റൊരു വ്ളോഗർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ വ്ളോഗർ എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു അല്ലെ, അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? ഒരു ഇൻഫ്ലുവൻസർ എന്നല്ലേട്ടാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആരും ഇൻഫ്ലുവൻസ് ആവല്ലേ, വെറുപ്പീരാണ്. ഇൻഫ്ലുവ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എത്ര റീലുകൾ ഉണ്ടെന്നറിയോ? എത്ര ആൽബത്തിന്റെ കട്ടിങ്ങുകൾ ഉണ്ടെന്നറിയോ? എത്രമാത്രം തവണ അവർ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാൻ ഇന്നതേ കുടിക്കാറുള്ളൂ, എന്തോ മാജിക് മൊമെന്റ് അങ്ങനെ ഒരു സാധനേ കുടിക്കാറുള്ളൂ, വൈറ്റേ കുടിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം പല വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സൈസിന് സ്വമേധയെ കേസെടുക്കാൻ സാധിക്കും. എന്നാൽ എക്സൈസ് പറയുന്നത് ആരെങ്കിലും പരാതി കൊടുത്താലേ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ അടുത്താണ് അൽഫുഡി സൂരജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്കെതിരെ 2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു കള്ള് ഷാപ്പിൽ ഇരുന്ന് കള്ളു കുടിച്ചത് പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വ്യക്തി കേസ് കൊടുത്തിട്ട് ആള് 19,000 രൂപ അടക്കേണ്ടി വന്നത്. എന്താ രണസുന ഒരു വീഡിയോയിലല്ല, രണസുനയുടെ ലോഡ് വീഡിയോസിൽ ഈ സമാനമായ രീതിയിലുള്ള പലതും പറയുന്നുണ്ട്. ഇപ്പൊ കേട്ടില്ലേ? എനിക്കിഷ്ടം അതാണ്. കള്ള് ഷാപ്പിൽ ഇരുന്ന് കള്ള് പ്രൊമോട്ട് ചെയ്യാണ്. 2023 മുകേഷ് എം നായർ എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ ഒരു ബാറിൽ പോയിട്ട് ചെറിയൊരു പ്രൊമോഷൻ കൊടുത്തതാ. 50,000 രൂപ കെട്ടിവെച്ചിട്ടാണ് ആൾ ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ ഒരു കാര്യമാണ്. അപ്പൊ വേറൊരു ചോദ്യം ചോദിക്കും, ചില ഇൻഫ്ലുവൻസേഴ്സിനെയും മോഹൻലാലിനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. മോഹൻലാല് വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചിരുന്നത് ഒരു സോഡയോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിയമം പണ്ടുണ്ടായിരുന്നു. സോഡ സെയിം ലോഗോ വെച്ച് സോഡ പ്രൊമോട്ട് ചെയ്താലും സെയിം സാധനം തന്നെയല്ലേ. അതുപോലെ വെള്ളം പ്രൊമോട്ട് ചെയ്താലും സെയിം സാധനം തന്നെ ആയതുകൊണ്ട് അത് നിയമപരമായിരുന്നു. പക്ഷെ അതും തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ പരസ്യം കാണാത്തത് എന്നുള്ളതാണ്. ഒരു ബ്രാൻഡ്, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, അത് ഇന്ന മദ്യമാണെങ്കിൽ ആ ലോഗയോട് ചേർന്നിട്ട് ഇവർക്ക് സോഡയോ മറ്റുള്ള കാര്യങ്ങൾ ഇറക്കി പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അതും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. എന്തായാലും രണസുന ഏത് രീതിയിലൊക്കെയാണ് കുടുങ്ങിയത് എന്ന് കാണണ്ടേ. ഏകദേശം 10-12ഓളം ലിങ്കുകളാണ് ദേവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കൊടുത്തിട്ടുള്ളത്. അതിലൊരു വീഡിയോ ഒന്ന് കാണാം. ഞാൻ അടിയിൽ ആ ഒരു സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, ആരും കുടിക്കാനും വലിക്കാനും നിൽക്കരുത്, കേടാണ്. ഇത് കുറച്ച് മുമ്പ് വന്ന വീഡിയോ ആണ്. ഈ വീഡിയോയിൽ മുന്നിലിരിക്കുന്നത് മദ്യക്കുപ്പി തന്നെയാണ്, കള്ള് തന്നെയാണ്. അത് കഞ്ഞിവെള്ളമാണെങ്കിൽ പോലും കള്ള് തന്നെയാണ് അവിടെ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അടിയിൽ അങ്ങനെ ഒരു സാധനം വെച്ചത്. സിനിമയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സീരിയലാണെന്നുണ്ടെങ്കിലും ഏത് ദൃശ്യമാധ്യമങ്ങളിലാണ് എങ്കിലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന ആ ഒരു മെസ്സേജ് അവിടെ വെച്ചിരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. 10 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാൻ കഴിയും. 3 വർഷം വരെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും, ബാന് വരും. അതൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഇവരുടെ ഈ ഒരു ആൽബം ചെയ്ത ഡയറക്ടർ ഉണ്ടല്ലോ, അവർ കൈയൊഴിഞ്ഞു കേട്ടോ. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ വീഡിയോയിലുള്ള അല്ലെങ്കിൽ എന്റെ ആൽബത്തിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾ കണ്ടത്, അവർ സ്വമേധയ എടുത്ത വീഡിയോസ് ആണെന്നുള്ളതാണ്. പക്ഷെ ചാച്ചിയുടെ ആൽബത്തിലും ആ ഒരു സാധനം വെച്ചിട്ടില്ല. കേസാകും ചേച്ചി, കേസാവും. എന്തായാലും പ്രൊഡ്യൂസർ കുറെ പൈസ ഇറക്കേണ്ടി വരും. നമുക്ക് എന്തായാലും ആ ഒരു റീലൊന്ന് കാണാം. അത് ആ പൊരിഞ്ഞ ഡാൻസ് ആണ്. മറ്റേ കലാപമണിയുടെ ആ സിനിമാ പാട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനിടയിൽ കുറെ ആളുകൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്തായാലും അതിന്റെ ഇടയിൽ ദാസേട്ടൻ കള്ള് കുടിച്ചുകൊണ്ട് എന്തൊക്കെയെ കാണിച്ചു കൂട്ടുന്നു. അത് അതിന്റെ ഇടയിൽ പ്രതീക്ഷ വന്ന് എടുത്ത് തള്ളി മാറ്റുന്നു, എടുത്ത് പൊക്കുന്നു. അത് രേണുസുധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും കള്ളു കുടിക്കാൻ പാടില്ല, ശരീരത്തിന് കേടാണ് കേട്ടോ. മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് ഞാൻ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോസ് ഒക്കെ ആയിട്ടാണ് രണസുന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേസ് വന്നാൽ അത്രയും ഫണ്ട് അടക്കേണ്ടി വരും. ആരാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അത് അവര് തന്നെ അടക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവര് ദൃശ്യമാധ്യമം വഴി ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കേടാണ്, ശരിയല്ല, തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഞാൻ കുടിക്കുന്നത് ഇതാണെന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇനി സൂരജ് എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എക്സൈസ് ഓഫീസിൽ പോയിട്ടുണ്ടായ അവസ്ഥയാണ്. 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കരയുള്ള എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല, 50,000 രൂപയാണ് എനിക്ക് ഫൈനായിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയത്. ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്, ഒരുപാട് വ്ളോഗർമാര് കള്ള് ഷാപ്പിന്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കള്ള് കുടിക്കുന്നതായിട്ടും കള്ള് ഷാപ്പാണെന്നും കള്ള് പറഞ്ഞുകൊണ്ടും മധുരക്കള്ളെന്നും മുന്തിരിക്കള്ളെന്നും ഇഞ്ചിക്കള്ളെന്നും എല്ലാ കള്ളെന്നും കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പല വ്ളോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്.
പക്ഷെ അതിനൊന്നും ആ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ എക്സൈസ് എന്നുള്ള ആരും അധികാരപ്പെട്ട ആരും അതിനൊന്നും കേസ് എടുക്കുന്നില്ല. എന്നെ പിടിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതേപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ രണ്ടു മൂന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു അത് ആരെങ്കിലും കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരാൾ പരാതി കൊടുത്താൽ മാത്രമേ ഇങ്ങനെ അവര് കേസ് എടുക്കത്തുള്ളൂ. അപ്പൊ സ്വമേധയാ കേസ് എടുക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്വമേധയാ കേസ് എടുക്കാം. ഇനിയിപ്പോ ആരെങ്കിലും കേസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ദേവ് കേസ് കൊടുത്തു തിരിച്ചുവിടെ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്സൈസ് നോട്ടീസ് അയക്കും, അവരുടെ ഹാജരാവേണ്ടി വരും, ആ പിഴ അടയ്ക്കേണ്ടി വരും. അവർ ഒരു വീഡിയോ അല്ല ചെയ്തിട്ടുള്ളത്, ഒരുപാട് വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഇനി അവർക്കൊരു താക്കീത് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വീഡിയോ എന്നല്ല, ഒരുപാട് വീഡിയോസ് ഇത്തരം രീതിയിൽ പ്രൊമോഷൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇത്തരം വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് തന്നെ ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെ മദ്യപാനത്തെ ആരും പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. പക്ഷെ രേണുസുതി തൊട്ടടുത്ത് വെച്ച് പാട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി കണ്ടു. ഓക്കെ, കള്ളിന്റെ മണം ഇഷ്ടമാണ്. Through a blue universe, not lost, just wide open. Thoughts orbit slow, nothing broken. Back every silence got a rhythm. If you listen to the cracks, blue universe. ട്രിങ് ട്രിങ്. ഹലോ, ഞാൻ നിന്റെ പിതാവിന്റെ ബാല്യകാല സുഹൃത്ത് സൂത്രക്കാരൻ മാമൻ. നമസ്കാരം മാമ. അദ്ദേഹത്തിൽ നിന്നൊരു 5000 രൂപ വാങ്ങിയിരുന്നു. ഇപ്പോഴത് നിനക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മോനെ. പക്ഷെ ബൈ മിസ്റ്റേക്ക് 50 പോയി. പേയ്മെന്റ് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്തേ മോനെ. പിന്നെ ബാക്കിയുള്ള 45 എനിക്ക് റിട്ടേൺ ചെയ്തേക്ക്. നിങ്ങളുടെ മെസ്സേജ് പിന്നെ ആദ്യം എന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യട്ടെ. ഞാൻ മണ്ടനല്ല. സബാഷ്. UPI പറയുന്നു ചെയ്യാത്ത പേയ്മെന്റിന്റെ മെസ്സേജ് അയച്ച് പണം തിരികെ ചോദിച്ചാൽ പറയൂ ഞാൻ മണ്ടനല്ലെന്ന്. ചെല്ലു, നിങ്ങളും ആരെങ്കിലും ടെസ്റ്റ് ചെയ്യൂ. കള്ള് കുടിക്കാറുണ്ടോ? മദ്യക്കുപ്പി കയ്യിൽ വെച്ചുകൊണ്ടാണ് ആ ഡയലോഗ് അടിക്കുന്നത്. ഇന്ന സാധനങ്ങളെ ഞാൻ കുടിക്കാറുള്ളത്. രേണുവിനെ കള്ളിന്റെ മണം ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നാണ് ഒരു യൂട്യൂബർ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ ഇഷ്ടം പോലെ ഒരുപാട് തവണ ഇമാതിരി ഉളത്തരം പറഞ്ഞിട്ടുണ്ട്. കിട്ടാൻ പോകുന്ന ശിക്ഷകൾ പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 3 വർഷത്തോളം ഇനി റീൽസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല. നിലവിൽ അവർക്ക് ദുബായിലൊക്കെ കിട്ടുന്ന ഇനോഗ്രേഷൻ ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു ബാറിന്റെ ഉദ്ഘാടനത്തിനാണ് പോയത്. അതിന് മുന്നേയും ബാറിന്റെ ഉദ്ഘാടനത്തിനാണ് പോയിട്ടുള്ളത്. ഈ ബാറുകളുടെ ഉദ്ഘാടനത്തിനാണ് ഏറ്റവും കൂടുതൽ രണസുന പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ എക്സൈസ് ഓഫീസർക്ക് ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല 1.5 പണി കൊടുക്കാൻ കഴിയും. എന്തായാലും അവരുടെ ആൽബത്തിന്റെ ഇടയിൽ വന്ന ഒരു ക്ലിപ്പാണ്, അവരുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ. അതൊന്ന് കാണാം. ഞാൻ പറയുമ്പോ തന്നെ പാടുന്നേ, കൊണ്ടാടി കൊണ്ടാടി നമ്മെ പാടിക്കോ. മുന്തിരിക്കള്ളിനെ കുറിച്ചിട്ടൊക്കെ പാടുന്നുണ്ട് അതിന്റെ ഇടയിൽ. ഓക്കെ, എന്തൊക്കെ ആയാലും ശരി ഇത് എട്ടിന്റെ പണിയാണ് കേട്ടോ. 1-2 വീഡിയോ എന്നല്ല, ഇനി ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഞാൻ 2-3 വീഡിയോ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ അബ്കാരി നിയമപ്രകാരം തെറ്റായ ഒരു കാര്യമാണ് ഇവിടെ രേണുസുതി ചെയ്തിട്ടുള്ളത്. അവരുടെ സംവിധായക തന്നെ പറയുന്നു ഞങ്ങളറിയാത്ത ഒരു സംഭവമാണ് അവർ ആ വീഡിയോയിലൂടെ പുറത്തുവിട്ടത്, അവർ സ്വന്തമായി എടുത്ത റീലാണെന്നൊക്കെയാണ് പറയുന്നത്. ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം പറയേ. ഇങ്ങനെ പച്ചക്ക് പൊതുമദ്യത്തിൽ സോഷ്യൽ മീഡിയ വഴി മദ്യപാനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ, സോറി വീണ്ടും തെറ്റിപ്പോയി, ഉണ്ടോ? ഇല്ല, വേറെ ആരും ഇല്ല, ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മുകേഷ് എം നായർ 50,000 രൂപ കെട്ടിവെച്ചിട്ട് പുറത്തിറങ്ങി. അതുകൂടാതെ 25,000 രൂപ മറ്റൊരു വ്യക്തി കൊടുത്തിട്ട് ഊരിപ്പോരുന്നു, അല്ലെങ്കിൽ പിഴ അടയ്ക്കുന്നു എന്നുള്ളതാണ്. രേണുസുതി ഒരു വീഡിയോ അല്ലേ ചെയ്തിട്ടുള്ളത്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന് 50,000 രൂപ കൊടുത്താൽ മതിയോ?